ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്താ പറയുക, അക്കോമഡേഷൻ. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെയാണ് ഇറ്റലിയിൽ എത്തിയെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഇറ്റലിയിൽ എത്തുന്നത്. ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും ജോലി ഉള്ളപ്പോൾ നമ്മുടെ ആക്സസറീസ്, പെട്ടികളും മറ്റേ ലഗേജ് സാധനങ്ങളൊക്കെ വെക്കുന്നതിനും, ജോലി ഇല്ലാത്തപ്പോൾ വന്ന് താമസിക്കുന്നതിനായിട്ട് നമുക്കൊരു അക്കോമഡേഷൻ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഇവിടെ ഒരു മലയാളികളായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു മുടക്ക് വരുമ്പോൾ എല്ലാവരും കൂടി കൂടാനും എല്ലാം കൂടി ഉള്ളതാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേഷന് ഒരു കാപ്പോ ആണ് ഉണ്ടായിരിക്കുക. കാപ്പോ എന്ന് പറയുന്നത് ബോസ് എന്നാണ് അർത്ഥം വരുന്നത്. ആ കാപ്പോന്റെ കീഴിലായിരിക്കും നമ്മളെല്ലാവരും. കീഴെന്ന് പറയുന്നത് ആ ആളുടെ ആയിരിക്കാം ആ വീട് ആള് എന്താ പറയാ, നമുക്ക് റെന്റിന്, ശരിക്കും പറഞ്ഞാൽ വീട് എന്താ പറയാ മൊത്തത്തിലല്ല, ആ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരിക്കും. കാപ്പ നമുക്ക് വേണ്ടി ശരിക്കും പറഞ്ഞ ഒരു സഹായമാണ് ചെയ്യുന്നത്. നമുക്ക് എന്താ പറയാ, പോയി കിടക്കാനായിട്ട് ഒരു ഇടം എന്ന് പറയുന്നത് നമുക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു ഇടം തരുന്നതാണ് നമ്മുടെ കാപ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ആള് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചും നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് നമ്മളും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. കാരണം ആ വീട്ടിൽ നമ്മൾ ഡോക്യുമെന്റ് ഇല്ലാണ്ടാണ് താമസിക്കുന്നത്. ആ ഡോക്യുമെന്റ് ഇല്ലാതെ താമസിക്കുമ്പോൾ ആ വീട്ടിൽ ആ ആൾക്ക് നമ്മളായിട്ട് ഒരു പ്രശ്നം വരുത്തരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മള് എന്തെങ്കിലും ഒരു പ്രശ്നം ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രവും അല്ലെങ്കിൽ കാപ്പയ്ക്ക് മാത്രമല്ല പ്രശ്നം വരുന്നത്, ആ വീട്ടിൽ ഡോക്യുമെന്റ് ഇല്ലാതെ നിൽക്കുന്ന എല്ലാവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിന്നു പോകുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടി ജോലികൾ കണ്ടുപിടിക്കുക. മുടക്ക് ദിവസങ്ങള്, ക്രിസ്തുമസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ ദിവസങ്ങളിലെല്ലാം കാപ്പോന്റെ വകയായിരിക്കും ഫുഡ്. നമ്മുടെ ഒറ്റപ്പെടല് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരാഴ്ചത്തെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഞായറാഴ്ച നമുക്ക് അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടി സംസാരിച്ച് കളിച്ച് ചിരിച്ച്, ചിലർക്കൊക്കെ ഒരു രണ്ടെണ്ണം അടിച്ച് അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആയിട്ട് നമുക്കത് പ്ലേസ് ആണ് നമുക്ക് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അവിടെ മറ്റു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് വേണ്ടിയിട്ട് ജോബ് സെർച്ച് ചെയ്യുന്നത് ഒരു 50-50 ആണ്. 50% നമ്മൾ തന്നെ അന്വേഷിക്കണം. ബാക്കി 50% നമ്മുടെ കപ്പ ആരാണോ അവര് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും ഒരു ജോലി കിട്ടാൻ. കാരണം നമുക്ക് ഭാഷയില്ലാതായിരിക്കും നമ്മൾ ചെന്ന് കയറിയിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾക്ക് ഭാഷ പഠിക്കാനായാലും നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്യാനും നമ്മുടെ കാപ്പോയ്ക്ക് പറ്റും. അവരായിരിക്കും 50% നമുക്ക്. പിന്നെ ഉള്ളത് എന്താ പറയാ, ഇവിടെ പല ഗ്രൂപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പുകളിൽ എന്താ പറയുക, നമ്മൾ മലയാളികൾ തന്നെ ജോലികൾ ഇടും. അപ്പം നമ്മൾ പോയി അപ്പോയിന്റ്മെന്റ് എടുക്കും. ചില കാപ്പന്മാർ നമുക്ക് വേണ്ടിയിട്ട് അവർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരായിരിക്കും കൊണ്ടുപോകുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് അവരായിരിക്കും. അങ്ങനെ അപ്പോൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് നല്ലൊരു എന്താ പറയാ, നമുക്ക് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തതും, നമുക്ക് എന്താ പറയാ നമ്മുടെ ആ ഒരു ആഴ്ചയിലത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ഒറ്റപ്പെടലാണ്. ആ ഒറ്റപ്പെടലെല്ലാം മാറുന്നത് നമ്മുടെ ഈ ഒരു അക്കോമഡേഷനിൽ വരുമ്പോഴാണ്. ഓണം, ക്രിസ്തുമസ് പോലെയുള്ള ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടുന്നു. എന്താ പറയാ, ഒരുമിച്ച് ഫുഡ് വെക്കുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, പുറത്ത് ഇറങ്ങുന്നു, ട്രിപ്പുകൾ പോകുന്നു, പുറത്ത് പോകുന്നു, നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്കോമഡേഷനിലാണ് ഉണ്ടാവുക. നമുക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഈവൻ പനിയോ ചുമയോ അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആയിട്ട് എന്തെങ്കിലും ഒരു മെഡിക്കൽ എന്തെങ്കിലും ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ കാപ്പോ ആണ്. എന്താ പറയാ, ശരിക്കും അവരൊക്കെ ചെയ്യുന്നത് ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് അവർക്കൊരു വരുമാന മാർഗമാണ് ശരിക്കും പറഞ്ഞ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് റിസ്ക് ആണ് എടുക്കുന്നത്. കാരണം അറിയാലോ, ആ വീട്ടിൽ താമസിക്കുന്ന നമുക്ക് ആർക്കും തന്നെ ഡോക്യുമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്താ പറയാ, ആ ഒരു സിറ്റുവേഷനിൽ അവരെടുക്കുന്നത് ഒരു ഭാഗം കൊണ്ട് റിസ്ക്കുമാണ്. അവർ നമുക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ആ റിസ്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് താമസ സൗകര്യം, ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ പകാരം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഒരു റിസ്ക്കും കൂടിയാണ് ഇത്. എല്ലാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ ആഘോഷങ്ങൾക്ക് കൂടുന്നതിനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ജോലി ഇല്ലാത്തപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യുന്നതിനായിട്ട്, എന്താ പറയുക, പിന്നെ നമ്മുടെ ലഗേജുകളൊക്കെ നമ്മുടെ കാപ്പോ ആണ് ശരിക്കും പറഞ്ഞാൽ
നമുക്ക് വേണ്ടി ആ സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടി വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അക്കോമഡേഷൻ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ജോബ് ഇന്റർവ്യൂ, അപ്പോയിന്റ്മെന്റ്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. എങ്ങനത്തെ ടൈപ്പ് ജോലികളാണ്, എത്ര ശമ്പളം കിട്ടും, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.